ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് ഇറക്കാം. ഇന്ന് നിഫ്റ്റി 132 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. ട്രംപിൻ്റെ ഗ്രീൻലാൻഡിലുള്ള നയങ്ങൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. 25,289 ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 399 പോയിന്റ്സ് ഉയർന്ന് 59,200 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 58,191 ക്ലോസ് ചെയ്തപ്പോൾ 767 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 126 പോയിന്റ്സ് ഉയർന്ന് 16,677 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് 13.35 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 82,307 ക്ലോസ് ചെയ്തപ്പോൾ 397 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 4,222 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 2,549 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഈ ആഴ്ച നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,585 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,232 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,157 ക്ലോസ് ചെയ്തു. ഇന്ന് തേഴ്സ്ഡേ 25,289 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഈ ആഴ്ച ആകെ 404 പോയിന്റിൻ്റെ ഇടിവാണ് ആകെ കാണാൻ സാധിച്ചത്. 1.57% ഫോള് കണ്ടു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി റിയാലിറ്റി മാത്രമേ റെഡിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ തന്നെ നിഫ്റ്റി മീഡിയ എബൌട്ട് 2% റാലി നടത്തി. നിഫ്റ്റി എനർജി, നിഫ്റ്റി FMCG, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് എബവ് 1% റാലി കാണാൻ സാധിച്ചു. നിഫ്റ്റി ഓട്ടം 27,110 ക്ലോസ് ചെയ്തപ്പോൾ 238 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 376 പോയിന്റ്സ് ഉയർന്ന് 33,747 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,149 ക്ലോസ് ചെയ്തപ്പോൾ 186 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 575 പോയിന്റ്സ് ഉയർന്ന് 51,978 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,754 ക്ലോസ് ചെയ്തപ്പോൾ 163 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 64 പോയിന്റ്സ് ഉയർന്ന് 9,079 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 309 പോയിന്റ്സ് ഉയർന്ന് 38,301 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 32 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 1386 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ 11,573 ക്ലോസ് ചെയ്തപ്പോൾ 134 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 40 പോയിന്റ്സ് ഉയർന്ന് 11,443 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 21,928 ക്ലോസ് ചെയ്തപ്പോൾ 343 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 8,984 ക്ലോസ് ചെയ്തപ്പോൾ 205 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 5 പോയിന്റ്സിന് ഇടിവാണ് കണ്ടത്. 782 ക്ലോസ് ചെയ്തു. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 2,176 കമ്പനി ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 740 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി, അതായത് 2025 ഫെബ്രുവരി 1-ാം തീയതി 23,508 നിഫ്റ്റി. ഇന്ന് 25,289 ക്ലോസ് ചെയ്തപ്പോൾ 7.58% പ്രോഫിറ്റാണ് കഴിഞ്ഞ 12 മാസം നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 1 ജാനുവരിക്ക് 26,129 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,289 നിൽക്കുമ്പോൾ 3.21% ഫോള് ഈ വർഷം ആകെ നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ റെഡ്ഡി 5.21% റാലി നടത്തി. ഭാരത് ഇലക്ട്രിക് 3.64% റാലി നടത്തി. അദാനി എന്റർപ്രൈസസ് 2.67%, അദാനി പോർട്സ് 2.58%, ടാറ്റ സ്റ്റീൽ 2.54%, TMPV 2.37%, കോൾ ഇന്ത്യ 2.21%, ബജാജ് ഓട്ടോ 2.08%, ശ്രീറാം ഫിനാൻസ് 1.98% ആൻഡ് SBI 1.92% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റേണൽ 2.68% ഫോളോ കണ്ടു. SBI ലൈഫ് 1.62%, ടൈറ്റൻ 1.49%, ഏഷ്യ മോട്ടോഴ്സ് 1.27%, മാക്സ് ഹെൽത്ത് കെയർ 0.54%, അപ്പോളോ ഹോസ്പിറ്റൽ 0.43%, ICICI ബാങ്ക് 0.26%, ജിയോ ഫിനാൻസ് 0.25%, HDFC ബാങ്ക് 1.18% ആൻഡ് റിലയൻസ് 0.15% ഫോളോ കണ്ടു. ഇതിൽ ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.